വാട മോളെ വാ. നിക്കണേവിടെ, എങ്ങോട്ടാണ് നീ പോകുന്നേ? എങ്ങോട്ടാണെന്ന്? എന്റെ മോളെയും ഭർത്താവിനെ കൊല്ലാൻ നോക്കിട്ട് എന്ത് ധൈര്യത്തോടെ നീ ഇങ്ങോട്ട് കയറി വന്നേ? ഇപ്പൊ ഇറങ്ങണ ഈ വീട്ടിൽ നിന്ന്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അമ്മ, ദേഷ്യപ്പെടാതെ. ആരടി നിന്റെ അമ്മ? ഏത് വയലടി അമ്മ? ആരോടി നിന്റെ അമ്മേന്ന്? കുഞ്ഞാളെ, ഇതിലിച്ചിരി ഉപ്പിട്ടിരുന്നെങ്കിലേ മീനിന്റെ ഉടുമ്പനാറ്റം പോയേനെ. പോണ്ടേ? ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? ഇല്ലെങ്കിൽ ഞാൻ ചൂലെടുക്കണോ? ചൂല് ഞാൻ എടുത്തരാം അമ്മേ. ഈ രാക്ഷസ ഇങ്ങോട്ട് കേറ്റരുത്. പേടിപ്പിക്കണ്ട. എന്നെയും ബാലമാമനെയും കൊല്ലാൻ നോക്കിയത് ഇവര്. അത് ഞാൻ മറക്കില്ല. നാണം കെട്ട് കേറി വന്നേക്കുന്ന്. ചാരു ചേച്ചി ഓർത്താ, അല്ലെങ്കിൽ ഞാൻ തന്നെ കേസ് കൊടുത്ത് അഴി എണ്ണിച്ചേനെ. കല്യാണി, നീ കാര്യമായി സംസാരിക്കുന്നത്. നീ മാത്രമല്ല അമ്മായിയും. നീ ഒന്നും പറയണ്ട. നിന്റെ താലി ഇവിടെ കഴുത്തി വീഴാൻ വേണ്ടി എന്റെ മോളെ കൊല്ലാൻ നോക്കില്ലേ നീ? ഇറങ്ങി പോകുന്നുണ്ടോ? കുഞ്ഞുമോളെ, ദേഷ്യപ്പെടാതെ. നിങ്ങളുടെ മോള് ചെയ്ത ദുഷ്ടത്തരത്തിന് ദേഷ്യപ്പെടാതെ പിന്നെ മടി കയറ്റിയിരുത്തണോ? അച്ഛാ, ഇവരെ വിളിച്ചോണ്ട് പോയേ. ഇല്ല, പോകുന്നില്ല. ആ ബാലമാഷ് കല്യാണത്തിന് താലി എടുത്ത് കൊടുത്തില്ലായിരുന്നെങ്കിലേ എന്റെ മോൾ ഇവിടെ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തരുമോ പ്ലീസ്? കല്യാണിയുടെ അമ്മയുടെയും ദേഷ്യം എനിക്ക് മനസ്സിലാവും. അതെ, നിന്റെ അഭിനയൊന്നും എന്റെ മുന്നിൽ വേണ്ട. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല നിന്നെ. ഞാൻ ആർക്കും മനസ്സറിഞ്ഞ് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് എന്റെ അനിയത്തിയെ. കല്ലൂനെ അന്ന് വള്ളത്തിൽ കെട്ടിയിട്ടത് ഞാനും അച്ഛനും കൂടി ചെയ്ത ഒരു പ്ലാനിങ് ആയിരുന്നു. എന്ത് പ്ലാനിങ്? എന്നെ കുടിപ്പിച്ചു കിടത്തിയിട്ടും കല്യാണി വലിച്ചടിച്ചോണ്ട് പോയതല്ലേ? എന്നുവെച്ചാ മാഷ് കല്യാണത്തിന് താലി എടുത്തു തരാൻ വേണ്ടി ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്തതാ. കല്യാണിക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നു. അതിന് അച്ഛനും ഞാനും അനുവദിക്കോ? ഈ കാര്യം നിങ്ങളോട് പറയാൻ ശാന്തപ്പനച്ഛൻ മറന്നുപോയി. മറന്നാ? ഞാനാ? എപ്പാ? നമ്മുടെ പ്ലാനിങ് ഇവരോട് പറയാൻ മറന്നെന്നാ ഞാൻ പറഞ്ഞത്. ശരിയാ, ആ സമയത്ത് അച്ഛന് ബോധം ഉണ്ടായിരുന്നില്ലല്ലോ, അതാ മറന്നുപോയത്. അത് ശരിയാ, ഞാൻ ഇന്നലെ ഓവറായിരുന്നല്ലോ, അതുകൊണ്ട് മറന്നുപോയതാ. രണ്ടെണ്ണം കൂടുതൽ അടിച്ചതിന്റെ കുഴപ്പമാ. കല്യാണിക്ക് കാവലായി ഞാനുണ്ടായിരുന്നു. ശരിയാ. അമ്മേ, ഇവര് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്.